ക്ഷേമ പെൻഷനെക്കുറിച്ചുള്ള പുതിയ അറിയിപ്പുകളും അതുപോലെ തന്നെ KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യയാത്രയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. കേരളത്തിലെ പൊതുഗതാഗത ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമിട്ടുകൊണ്ട് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമായി പ്രഖ്യാപിച്ച സൗജന്യയാത്ര ജൂൺ 15 തിങ്കളാഴ്ച മുതൽ യാഥാർത്ഥ്യമാവുകയാണ്. ഈ ചരിത്രപരമായ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ വെച്ച് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സൗജന്യയാത്ര ലഭ്യമാകുന്ന ബസ്സുകൾ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനായി അവയിൽ പ്രിയദർശിനി എന്ന പ്രത്യേക സ്റ്റിക്കർ പതിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ജൂൺ 15 രാവിലെ 8:30 മുതൽ തന്നെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഈ സൗജന്യയാത്ര ആനുകൂല്യം പൂർണ്ണമായും ലഭ്യമായി തുടങ്ങും. UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ക്ഷേമ പെൻഷൻ വർധനവിലാണ്. ജൂൺ 19 UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റ്. എന്നാൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പറഞ്ഞിരുന്നതുപോലെ ക്ഷേമ പെൻഷൻ ഒറ്റയടിക്ക് 3000 രൂപയിലേക്ക് ഉയർത്താൻ നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയില്ല. പകരം ഖജനാവിലെ സ്ഥിതി കൂടി പരിഗണിച്ച് തുക ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനമായിരിക്കും ഈ ബജറ്റിൽ ഉണ്ടായിരിക്കുക. ഇതിനോടൊപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ ചരിത്രപരമായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന വമ്പൻ പദ്ധതിയും ബജറ്റിന്റെ പ്രധാന ആകർഷണങ്ങളാകും. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള അറിയിപ്പുകളും അതുപോലെ ക്ഷേമ പെൻഷൻ വർധനവിനെക്കുറിച്ചുള്ള അറിയിപ്പുകളും ഒക്കെ അറിയാൻ സാധിക്കുക ജൂൺ 19 ബജറ്റിലായിരിക്കും. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.